Hello students, welcome to Disha Academy. അപ്പോൾ നമ്മൾ ഇന്ന് SSC GDക്ക് ഉള്ള മിക്സഡ് സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പം ഈ സബ്ജക്റ്റുകളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിൻ്റെ ആ ഒരു സീരീസിലെ വീഡിയോസ് എല്ലാം ക്ലാസ്സസ് എല്ലാം നിങ്ങൾ കണ്ടിന്യൂസ് പ്രോപ്പറായിട്ട് കണ്ടു പോകുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. Okay, okay. Which of the following element has atomic number 12? ഈ പറയുന്ന എലമെൻസിൽ ഇവിടെ കൊടുത്തേക്കുന്നത് മഗ്നീഷ്യം, ഓക്സിജൻ, ഹീലിയം, കാൽഷ്യം. ഈ എലമെൻസുകളിൽ ആർക്കാണ് അറ്റോമിക് നമ്പർ 12 ഉള്ളത്? ഇത് എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കുറേ എലമെൻസിൻ്റെ അറ്റോമിക് നമ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു 30 മിനിമം നിങ്ങൾ 30 ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. 30 ആദ്യത്തെ 1 to 30 അറ്റോമിക് നമ്പർ വരുന്ന എലമെൻസുകളെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ 12 ആരുടെയാണെന്നറിയാവോ? 12 ആരുടെയാണ്? ഓക്കെ, എ ഓപ്ഷൻ മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ ആണ് എന്തെന്ന് പറയുന്നത് 12 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബാക്കിയുള്ളതിൻ്റെയും കൂടെ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും പഠിച്ച് വെച്ചേക്കണം. കാരണം പ്രീവിയസ് ആയിട്ട് കുറേ ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, ഹൈഡ്രജൻ ആണ് 1. ഇമ്പോർട്ടൻ്റ് ആണ് ഹൈഡ്രജൻ. അതുപോലെ നൈട്രജൻ, കാർബൺ, ഓക്സിജൻ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ നോക്കി, ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. ഹീലിയത്തിൻ്റെ 2, ലിഥിയം 3, ബെറിലിയം 4, ബോറോൺ 5, കാർബൺ ഇമ്പോർട്ടൻ്റ് ആണ്, കാർബൺ 6 ആണ്. നൈട്രോജൻ 7 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്സിജൻ എന്താണ്? 8 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് ഫ്ലൂറിൻ 9 ആണ്, നിയോൺ 10, സോഡിയം 11, മഗ്നീഷ്യം 12. ഇതാണ് ഇപ്പം ഞാൻ എടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, മഗ്നീഷ്യം 12, അലൂമിനിയം 13, സിലിക്കൺ 14, ഫോസ്ഫറസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോസ്ഫറസിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 15. സൾഫറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 16. ക്ലോറിൻ്റെ ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്, 17. ക്ലോറിൻ്റെ എന്താണ്? 17 ആണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ആർഗൺ 18, പൊട്ടാസ്യം 19, കാൽഷ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാൽഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 20 ആണ് കാൽഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. സ്കാൻഡിയം 21, ടൈറ്റാനിയം 22, വനേഡിയം 23, ക്രോമിയം 24. ഇത് നോക്കിയേ, 25 മാംഗനീസ്, 26 അയൺ ഇമ്പോർട്ടൻ്റ് ആണ്, അയൺ. അതേപോലെ കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്, ഇവരുടെയൊക്കെ അറ്റോമിക് നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. കൊബാൾട്ടിൻ്റെ എത്രയാണ്? 27. അതേപോലെ നിക്കലിൻ്റെ എത്രയാണ്? 28. കോപ്പറിൻ്റെയോ? കോപ്പറിൻ്റെ 29. സിങ്കിൻ്റെ എത്രയാണ്? 30 ആണ്. സിങ്കിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 30 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യണം? ഇങ്ങനെ ഈ എലമെൻറ്റ്സ് 30 വരെയുള്ള ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ്, ഇപ്പം ലെഡ്, അതേപോലെ അയൺ, സിൽവർ, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എലമെൻസിൻ്റെയും കൂടെയൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ അറ്റോമിക് നമ്പർ ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അറ്റോമിക് നമ്പർ നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പോൾ ലെഡിൻ്റെ, സിൽവറിൻ്റെ, അതേപോലെ ഗോൾഡിൻ്റെ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിച്ച് വെക്കുക. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഈ 30 വരെ ഉള്ളത് ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കടക്കാം. What is the number of electrons found in the outermost shell of halogens? Halogens എന്ന് പറയുന്നത് ഏതാണ്? 17th ഗ്രൂപ്പിൽ വരുന്നതാണ് ഹാലജൻസ് എന്ന് പറയുന്നത്. ഹാലജൻസിൽ വരുന്നതാണ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നൊക്കെ പറയുന്ന എലമെൻറ്റ്സ് എല്ലാം വരുന്നത്. അപ്പം ഇവരുടെയൊക്കെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ല്. ഇപ്പം ഔട്ടർമോസ്റ്റ് ഷെല്ലെന്ന് പറയുന്ന ഷെല്ലിന് നമ്മൾ പറയുന്ന പേരാണ് വാലൻസ് ഷെൽ. ഏറ്റവും പുറത്തുള്ള ഷെല്ലിനെ പറയുന്നതാണ് വാലൻസ് ഷെൽ. ആ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ പറയുന്നതാണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് നമ്മൾ പറയാം. അപ്പം ആ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. നോക്കിയേ, ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 9 ആണ്.
ക്ലോറിൻ്റെ ഇതൊക്കെ നമ്മളിപ്പോൾ നോക്കിയതാണ്. ക്ലോറിൻ്റെ എത്രയാണെന്നറിയാവോ? ക്ലോറിൻ്റെ 17 അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ബ്രോമിൻ്റെ 35 അതേപോലെ അയഡിൻ്റെ 53 ആണ്. അപ്പോൾ ഇവരുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് നമുക്ക് നോക്കണം. ഈ 9 നമ്മൾക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്കാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്ത ഷെല്ലിൽ സെക്കൻഡ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റും? 8 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളാനായിട്ട് പറ്റും. അപ്പോൾ ഇലക്ട്രോൺസിനെയൊക്കെ എങ്ങനെയാണ് ഷെല്ലിൽ അറേഞ്ച് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയാണ് ഷെല്ലിൽ അറേഞ്ച് ചെയ്യുന്നത്? 2n² എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ. ആദ്യത്തെ ഷെല്ല് K, രണ്ടാമത്തത് L, M, N, ഇങ്ങനെയാണ് ഷെല്ല് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൽ K ഷെല്ലിൽ ഈ N എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ എത്ര വരും? 2 × 1² 2 തന്നെ വരും. ഇനി L ഷെല്ലിൽ Nൻ്റെ എന്തായിരിക്കും? 2 ആയിരിക്കും വരുന്നത്. അപ്പോൾ 2 × 2² എത്ര വരും? 8. ഇനി M ഷെല്ലിൽ എത്രയാണ് വരുന്നത്? 2 × Nൻ്റെ അവിടെ നമ്മൾ 3, മൂന്നാമത്തെ ഷെല്ലല്ലേ, അപ്പോൾ 3², അപ്പോൾ 9 × 2 18. ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ്. അപ്പം K ഷെല്ലിൽ 2 ഇലക്ട്രോൺസിന് ഉൾക്കൊള്ളാൻ പറ്റും, L ഷെല്ലിൽ 8 ഇലക്ട്രോൺസിന് ഉൾക്കൊള്ളാനായിട്ട് പറ്റും. അപ്പോൾ നോക്കിയേ, ഇനി ക്ലോറിനെ നമുക്ക് എങ്ങനെ എഴുതാം? സോറി, ഇത് 28 ആണോ? 27. ഓക്കെ, 27 ആണ്. എന്നാലും 9 ആവുന്നത് 2. ആദ്യത്തെ ഷെല്ലിൽ 2 എന്താണ്, രണ്ടാമത്തെ ഷെല്ലിൽ എന്താണ്, 7 ഇലക്ട്രോൺസ് ആണ് വന്നേക്കുന്നത്. ഓക്കെ, ഇനി ക്ലോറിൻ നോക്കിയേ. ക്ലോറിൻ്റെത് 2, 8, ഇപ്പോൾ 10 ആയി കഴിഞ്ഞു. ഇനി 7 കൂടെ ഉണ്ടല്ലേ. അപ്പം 2, 8, 7 ഈ ഒരു രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നോക്കിയേ, 2 മീൻസ് ഉൾക്കൊള്ളാൻ പറ്റുന്നത് 8, പിന്നെ ഇത് അടുത്ത ഷെല്ലിൽ 18 എണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ബ്രോമിൻ നോക്കിയേ. ബ്രോമിൻ 2, 8, പിന്നെ നമുക്ക് 18. ഇപ്പോൾ മൊത്തത്തിൽ എത്രയായി? 28 അല്ലേ. ബാക്കി ഒരു എത്ര എണ്ണവും കൂടെ വരണം? 7 എണ്ണവും കൂടെ വന്നാൽ 35 ആവും. അപ്പോൾ നോക്കിയേ, ഇവരുടെ എല്ലാം ഔട്ടർ മോസ്റ്റ് ഷെല്ല് എടുക്കുമ്പോൾ ഇതിൽ 7 ഇലക്ട്രോൺസ്, ക്ലോറിനിൽ 7 ഇലക്ട്രോൺസ്, ബ്രോമിനിൽ 7 ഇലക്ട്രോൺസ്, അതേപോലെ അയഡിൻ്റെ നമ്മൾ എഴുതി കഴിഞ്ഞാലും 7 ഇലക്ട്രോൺസ് തന്നെയാണ്. അപ്പോൾ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫൗണ്ട് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ഹാലജൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ഇലക്ട്രോൺസ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ വെച്ചിട്ട് ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുന്നത്. മാക്സിമം കപ്പാസിറ്റിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 2, 8, 18 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓക്കെ, അപ്പം ഹാലജൻസിൻ്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് എത്രയാണ് വരുന്നത്? 7 ആണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ നോക്കി SSC GD ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ക്ലാസ്സസും അതുപോലെ പ്രീവിയസ് ഇയർ ഡിസ്കഷനും എല്ലാം എന്ത് ചെയ്യും, ടീച്ചേഴ്സ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മെൻറ്റർ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെൻറ്ററിനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ 8075753676 നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിയേ, ക്ലോറിൻ ഈസ് നോട്ട് ഐസോ ഇലക്ട്രോണിക് വിത്ത്. ക്ലോറിൻ ഐസോ ഇലക്ട്രോണിക് അല്ലാത്തത് ഈ പറയുന്നത് ആരൊക്കെ ആയിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലോറിൻ Cl- ശ്രദ്ധിക്കുക. Cl- എന്ന് പറയുന്നത് ഐസോ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ഒരേ ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ Cl- എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത്രയും ഇലക്ട്രോൺസ് ബാക്കിയുള്ളവർക്ക് ഉണ്ടാവണം. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ഐസോ ഇലക്ട്രോണിക് അല്ലാത്തത് ആരാന്നാണ് നോക്കേണ്ടത്. അപ്പോൾ Cl- എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? Cl ഓൾറെഡി എത്രയാണുള്ളത്? 17 ആണുള്ളത്. 17 ഇലക്ട്രോൺസ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. 17. ആ 17ൻ്റെ കൂടെ മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോണിനെയും കൂടെ വാങ്ങിക്കുമ്പോഴാണ് മൈനസ് സൈൻ വരുന്നത്. ഇപ്പം ഒരു ഇലക്ട്രോണിനെ ഞാൻ വാങ്ങിക്കുവാണെങ്കിൽ എന്ത് വരും? ഒരു മൈനസ് സൈൻ വരും. ഞാൻ 2 ഇലക്ട്രോണിനെ വാങ്ങിക്കുവാണെങ്കിൽ 2- വരും. ഞാൻ ഒരു ഇലക്ട്രോണിനെ കൊടുക്കുവാണെങ്കിൽ അത് പ്ലസ് വരും. അതേപോലെ ഞാൻ 2 ഇലക്ട്രോൺ കൊടുക്കുവാണെങ്കിൽ 2+ എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ അയോൺസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 17 ഇലക്ട്രോൺസ് ആണ് ഓൾറെഡി ഉള്ളത്. അതിൻ്റെ കൂടെ ഒരു ഇലക്ട്രോണും കൂടെ വന്ന് എത്രയായി? 18 ഇലക്ട്രോൺസ് ആയി. ഇനി പൊട്ടാസ്യം നോക്കിയേ, K+ എന്നാണ് കൊടുത്തേക്കുന്നത്. പൊട്ടാസ്യത്തിൽ ഓൾറെഡി ഉള്ള അറ്റോമിക് നമ്പർ എത്രയാണെന്ന് വെച്ചാൽ 19 ആണ്. 19ൽ
പ്ലസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോൺ പോവുമ്പോഴാണ് പ്ലസ് ചാർജ് വരുന്നത്. ഞാൻ ഇലക്ട്രോൺ വാങ്ങിച്ചാൽ നെഗറ്റീവ് ചാർജ്, കൊടുത്താൽ പോയാൽ പോസിറ്റീവ് ചാർജ്. അപ്പം 19 നിന്ന് 1 പോയി, അപ്പോൾ 18 ആയി. ഓക്കെ, ഇനി മഗ്നീഷ്യം 2+. മഗ്നീഷ്യത്തിൻ്റെ എന്താണ് അറ്റോമിക് നമ്പർ എത്രയാണ് മഗ്നീഷ്യത്തിൻ്റെ? അപ്പം നിങ്ങൾ നേരത്തെ ആ ഒരു പറഞ്ഞ എന്ത് ചെയ്യുക, ചാർട്ട് നന്നായിട്ട് പഠിക്കുക. മഗ്നീഷ്യം നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതായിരുന്നു. മഗ്നീഷ്യത്തെ എന്തായിരുന്നു? 12 ആണ്. 12ൽ നിന്നും ഈ 2 എണ്ണം പോയി, അപ്പോൾ എത്രയാണ് വരുന്നത്? 10. ഓക്കെ, ഇപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. എന്നാലും ബാക്കി രണ്ടുപേരെയും കൂടെ നോക്കാം. സൾഫർ 2-. സൾഫറിൻ്റെ അറ്റോമിക് നമ്പർ 16 ആണ്. 16ൽ 2- എന്ന് പറഞ്ഞാൽ ഞാൻ 2 ഇലക്ട്രോണും കൂടെ സൾഫർ വാങ്ങിച്ചിട്ടുണ്ട്, സൾഫറിന് കിട്ടി. അപ്പോൾ എത്രയായി? 18. ഇനി ഫോസ്ഫറസ് 3-. ഫോസ്ഫറസിൻ്റെ അറ്റോമിക് നമ്പർ 15 ആണ്. 15. അപ്പം ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ഇവരുടെ ഇലക്ട്രോൺസിൻ്റെ എണ്ണമൊക്കെ കറക്റ്റ് അറിയണമെങ്കിൽ എന്തറിഞ്ഞിരിക്കണം? നമ്മൾ ഇവരുടെ അറ്റോമിക് നമ്പർ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ആദ്യം തന്ന ആ ടേബിളിൽ 30 എണ്ണം ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം ഈ ഫോസ്ഫറസിൽ 15 ആണുള്ളത്. അതിൽ 3 എണ്ണം 3 ഇലക്ട്രോൺസിനെ കിട്ടിയതാണ് 3- എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയായി? 18. ഓക്കെ, അപ്പോൾ ക്ലോറിൻ്റെ അതേപോലെ ഐസോ ഇലക്ട്രിക് ആണ് ആരെന്ന് പറയുന്നത്? K+, S2-, P3-. അതല്ലാത്ത ഒരേ ഒരാളാരാണ്? മഗ്നീഷ്യം 2+. അപ്പോൾ അതാണ് ആൻസർ എന്ന് പറയുന്നത്, ഐസോ ഇലക്ട്രോണിക് അല്ലാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which 2 gases are released when lead nitrate is heated? lead nitrate ഹീറ്റ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന 2 ഗ്യാസസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ലെഡ് നൈട്രേറ്റ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? PbNO3 twice. PbNO3 twice ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്നും നമ്മൾ മെയിൻലി ഇതിനെ ഹീറ്റ് ചെയ്യണം. അതുകൊണ്ട് ഈ സൈൻ കൊടുത്തത് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിലീസ് ആവുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് നമുക്ക് എന്ത് കിട്ടും? ലെഡിൻ്റെ ഓക്സൈഡ് കിട്ടും. പിന്നെ കിട്ടുന്നത് നൈട്രജൻ ഡയോക്സൈഡ് കിട്ടും. പിന്നെ വീണ്ടും ഓക്സിജൻ ബാക്കിയുണ്ട്, O2 കൂടെ വരും. ഓക്കെ, അപ്പം എന്താണ് PbNO3 twice, അതാണ് ലെഡ് നൈട്രേറ്റ് എന്ന് പറയുന്നത്. അതിനെ ഹീറ്റ് ചെയ്താൽ നമുക്ക് ലെഡ് ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, ഓക്സിജന് നമുക്ക് കിട്ടും. ഓക്കെ, അതേപോലെ ഈ ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല. ഈ ഇക്വേഷൻ എങ്ങനെ ബാലൻസ് ചെയ്യാം? ഇവിടെ നോക്കി, ഞാൻ ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു. ഇവിടെ 2 ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും PB 2 ആയി. അപ്പോൾ ഇവിടെ 2 ഇട്ട് കൊടുത്തേ പറ്റുള്ളൂ. അപ്പം PB 2 ആയി, ഇവിടെ ഓക്സിജൻ 2 ആയി. നൈട്രജൻ നോക്കി എത്ര എണ്ണമാണ് ഉള്ളത്? നൈട്രജൻ ഇവിടെ ഒരു 2, പിന്നെ 2. മൊത്തത്തിൽ എത്ര നൈട്രജൻ ഉണ്ട്? 4 നൈട്രജൻ ഉണ്ട്. അപ്പോൾ 4 നൈട്രജൻ ഉണ്ടെങ്കിൽ ഇവിടെ 4 ഇട്ട് കൊടുത്തേ വഴിയുള്ളൂ. അപ്പം ഓക്സിജൻ എത്രയായി? ഓക്സിജൻ 4 × 2 8. ഇവിടെ ഒരു 2 ഓക്സിജൻ ഉണ്ട്. 10. ഇവിടെ ഒരു 2 ഓക്സിജൻ ഉണ്ട്. 12 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ആ 12 ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഓക്സിജൻ 3 × 2 6, 6 ഓക്സിജൻ. പിന്നെ ഇവിടെ 2 ഉണ്ട്. ആ 6 × 2 12 ഓക്സിജൻ. അപ്പോൾ ഇവിടെയും 12 ഓക്സിജൻ ആയി, ഇവിടെയും 12 ഓക്സിജൻ ആയി. ഓക്കെ, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിപ്പം ഇത് 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ 6 വരും. ആ 6ഉം ഈ 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഓയിൻ്റെ എണ്ണം കിട്ടും. അപ്പം 12 ഓക്സിജനാണ് ഉള്ളത്. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ ബാലൻസ് ചെയ്തു. അപ്പം ലെഡ് നൈട്രേറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്യാസസ് ഏതൊക്കെയാണ്? നൈട്രജൻ ഡയോക്സൈഡും ഓക്സിജനും ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഏത് ഓപ്ഷൻ ആൻസർ? ഡി ഓപ്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിഫിക്സ് ഈസ് ഈക്വൽ ടു ദ ഫാക്ടർ ഓഫ് പ്രിഫിക്സ് എന്ന് പറയുമ്പം എന്താണ്? നമ്മൾ യൂണിറ്റ്സ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഈ 10⁻18 എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ മാർക്ക് ചെയ്ത്. ഓക്കെ, 10⁻18 എന്ന് പറയുന്നത് ആരെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. പെറ്റ, പൈക്കോ, ഫെംറ്റോ, ഹെക്സ. ഇതിലേതാണ് 10⁻18 എന്ന് പറയുന്നത്? 10⁻18 നോക്കിയിട്ട് പറഞ്ഞേ, ഏതാണ് 10⁻18 വരുന്നത്? നിങ്ങളുടെ മൈൻഡിൽ വന്നോ? ഏതാണ് ആൻസർ? എക്സ് ആണ് എന്തെന്ന് പറയുന്നത്? 10⁻18 എന്ന് പറയുന്നത്. നോക്കിയേ, നിങ്ങൾ
കേട്ടിട്ടൊക്കെ ഉണ്ടാവും. മില്ലി, സെൻറ്റി, ഡെസി, ഡെക്ക, ഹെപ്റ്റോ, കിലോ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. മില്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻⁻3. സെൻറ്റി എന്ന് പറയുന്നത് 10⁻⁻2. ഡെസി എന്ന് പറയുന്നത് 10⁻⁻1. ഇതെന്ന് പറയുന്നത് 10 × 10. ഹെപ്റ്റോ എന്ന് പറയുന്നത് 10⁻2. കിലോ എന്ന് പറയുന്നത് 10⁻3. ഇനി 10⁻6 ഉണ്ട്. 10⁻6 എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? അതേപോലെ 10⁻9 ഉണ്ട്, 10⁻12, 10⁻15 ഉണ്ട്. ഇതേപോലെ 10⁻6 ഉണ്ട്, 10⁻9, 10⁻12, 10⁻15. എന്താണ് 10⁻6 എന്ന് പറയുന്നത്? മെഗയാണ് 10⁻6 എന്ന് പറയുന്നത്. മെഗ. അതേപോലെ 10⁻9 ആണെങ്കിലോ ജിഗ എന്ന് നമ്മൾ പറയും. ജിഗ. 10⁻12 എന്താണെന്ന് അറിയാവോ? 10⁻12ഉം അതേപോലെ 10⁻15. 10⁻12 എന്താണെന്ന് അറിയാവോ? 10⁻12നെയാണ് നമ്മൾ ടെറ എന്ന് പറയുന്നത്. ടെറ. അതേപോലെ എക്സ ഇവിടെ എഴുതിയിട്ടുണ്ട്. 10⁻18 ആണ് എന്തെന്ന് പറയുന്നത്? എക്സ എന്ന് പറയുന്നത്. അതുപോലെ 10⁻15 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എഴുതിയിരിക്കുന്നത് പെറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? പെറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻15 ആണ്. ഓക്കെ. ഇനി 10⁻6, 9, 12, 15 ഇത് എന്തൊക്കെയാണ്? 10⁻6 എന്ന് പറയുന്നത് മൈക്രോ. അതേപോലെ 10⁻9 നാനോ റേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് 10⁻9 ആണ് നമ്മൾ പറയുന്നത്, -9. ഇനി 10⁻12 ആണെങ്കിലോ അതേപോലെ 12 ഉണ്ട് 15 ഉണ്ട്. ഒരു സെക്കൻഡ്. 12 ഉണ്ട് 15 ഉണ്ട്. 10⁻12 ഉണ്ട് 15 ഉണ്ട്. 12 ഓൾറെഡി ഈ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. അതേപോലെ 10⁻15 ഈ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. ഏതാണെന്ന് അറിയാവോ? കണ്ടുപിടിക്കാൻ പറ്റുമോ? 12 ആണ് എന്തെന്ന് പറയുന്നത്? ഈ പൈക്കോ. 10⁻12 ആണ് പൈക്കോ എന്ന് പറയുന്നത്. 10⁻15 ആണ് ഇതാ ഇവിടെ കൊടുത്തേക്കുന്ന ഫെംറ്റോ എന്ന് പറയുന്നത്. ഫെംറ്റോ. ഓക്കെ. അപ്പോൾ ഈ ഓപ്ഷനിൽ തന്നേക്കുന്ന പെറ്റ എന്ന് പറയുന്നത് എന്താണ്? 10⁻15. അതുപോലെ പൈക്കോ എന്ന് പറയുന്നത് എന്താണ്? 10⁻12. ഫെംറ്റോ എന്ന് പറയുന്നത് എന്താണ്? 10⁻15. അതുപോലെ എക്സ എന്ന് പറയുന്നത് എന്താണ്? 10⁻18 ആണ് വരുന്നത്. 10⁻18. ഓക്കെ. അപ്പം മില്ലി, സെൻറ്റി, ഡെസി, ഡെക്ക, ഹെപ്റ്റോ, കിലോ, മെഗ, ജിഗ, ടെറ, പെറ്റ, ഹെക്സ. അതേപോലെ മൈക്രോ, നാനോ, പൈക്കോ, അതേപോലെ ഫെംറ്റോ. അപ്പം ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കുക. ഇതിങ്ങനെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ചത് 10⁻18 ആണ് ചോദിച്ചത്. അപ്പോൾ വേറെയും ചോദിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരെല്ലാം ജസ്റ്റ് ഓർത്തിരിക്കുക. Next question. Which of the following combinations of measures of quantity and the unit is not a correct match? Correct match അല്ലാത്തത് ഇതിൽ ആരാണ്? ടെമ്പറേച്ചർ യൂണിറ്റ് കെൽവിൻ, പ്രഷർ പാസ്കൽ, മാസിൻ്റെ കിലോഗ്രാം, അതേപോലെ എന്താണ്? വെയ്റ്റിൻ്റെ ക്യൂബിക് മീറ്റർ. ഏതാണെന്ന് വന്നോ നിങ്ങളുടെ മനസ്സിൽ? ഏതാണ്? സിമ്പിളാണിത്. ഏതാണ്? ടെമ്പറേച്ചർ കെൽവിൻ തന്നെയാണ്, പ്രഷറിൻ്റെ പാസ്കൽ ആണ്, മാസിൻ്റെ കിലോഗ്രാം തന്നെയാണ്, വെയ്റ്റിൻ്റെ എന്താണ്? മീറ്റർ ക്യൂബ് ആണോ? വെയ്റ്റിൻ്റെ എന്ന് പറയുന്നത്? വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഫോഴ്സ് ആണ്. വെയ്റ്റ് എന്ന് പറയുന്നത് എന്ത് വരും? MA എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്, അല്ലെങ്കിൽ MG. ഫോഴ്സ് നമ്മൾ MA എന്ന് പറഞ്ഞിട്ട് എഴുതും. വെയ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? MG എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതും അല്ലേ? മാസും അതേപോലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഫോഴ്സിൻ്റെ അതേ യൂണിറ്റ് തന്നെയാണ് ആർക്കും വരുന്നത്? നമ്മുടെ വെയ്റ്റിന് വരുന്നത്. എത്രയാണ്? ന്യൂട്ടൺ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പം ടെമ്പറേച്ചറിൻ്റെ ആണെങ്കിൽ കെൽവിൻ, പ്രഷറിൻ്റെ ആണെങ്കിൽ പാസ്കൽ, മാസിൻ്റെ ആണെങ്കിൽ കിലോഗ്രാം. വെയ്റ്റിൻ്റെതെന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ അതേ യൂണിറ്റാണ്. ഫോഴ്സ് MA എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതും. വെയ്റ്റ് ആണെങ്കിലോ താഴോട്ടുള്ള വെയ്റ്റിനെ നമ്മൾ MG എന്ന് എഴുതും. മാസും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും കൂടെ വെച്ചിട്ട് എഴുതുന്നതാണ് വെയ്റ്റ് എന്ന് പറയുന്നത്, താഴോട്ടുള്ള ഫോഴ്സ്. ഓക്കെ. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ. അപ്പം ഇതാണ് എന്ത്? മാച്ച് അല്ലാത്തത്. മീറ്റർ ക്യൂബ് അല്ല, ന്യൂട്ടൺ ആണ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. The smallest and the longest bone in the human body are dash and dash. സ്മോളസ്റ്റും ലോങ്ങസ്റ്റും ആണ് ചോദിച്ചിരിക്കുന്നത്. സ്മോളസ്റ്റ് ഏതാണെന്നറിയാവോ? സ്റ്റേപ്പിസ് ആണ് സ്മോളസ്റ്റ്.
ലോങ്ങസ്റ്റ് ആരാണ്? ഫിമറാണ്. അപ്പോൾ സ്റ്റേപ്പിസും ഫിമറും ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എത്ര ബോൺസ് ഉണ്ട്? 206 ബോൺസ് ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ളത്. ഇനി കുട്ടികളുടെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 300 അല്ലെങ്കിൽ ഏകദേശം ഒരു 270 ബോൺസോളമാണ് കുട്ടികളിൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പൊതുവേ ബോൺസിൽ ഏറ്റവും ചെറിയ ബോണാണ് ഏതെന്ന് പറയുന്നത്? സ്റ്റേപ്പിസ്. നമ്മുടെ ചെവിയിൽ, നമ്മുടെ മിഡിൽ ഇയറിൽ ഉള്ള ബോണാണ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. അതേപോലെ ഫിമർ എന്ന് പറയുന്നത് എവിടെ? നമ്മുടെ തൊടയിൽ നമ്മൾ പറയും തൈയിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഫിമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്മോളസ്റ്റും ഇതാണ് ലോങ്ങസ്റ്റ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നമ്മുടെ ബോൺസ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ടിഷ്യൂ ആണ്? ബോൺസ് എന്ന് പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂ. അതേപോലെ തന്നെ ബോണിൻ്റെ ഉള്ളിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? ഓർത്തിരിക്കുക, കാൽഷ്യവും ഫോസ്ഫറസും ആണ് നമ്മുടെ ബോണിന് ഇത്രയും സ്ട്രെങ്ത് കൊടുക്കുന്നത്. കാൽഷ്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. അപ്പോൾ ഫോസ്ഫറസും കൂടെ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോൾ ബോൺ എന്ന് പറയുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണെങ്കിലും ഈ കണക്റ്റീവ് ടിഷ്യൂവിൽ വെച്ചിട്ട് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് ആരെന്ന് പറയുന്നത്? ബോൺ എന്ന് പറയുന്നത് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, അതേപോലെ നമ്മൾ ടോട്ടൽ ബോൺസിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ആക്സിസിൽ വരുന്ന ബോൺസ് ഉണ്ട്, അല്ലാതെ നമ്മുടെ വന്ന് ചേരുന്ന ബോൺസ്, കൈ കാല് ഒക്കെ വരുന്ന ബോൺസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ആക്സിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെഡ്, അതേപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ഹെഡ് അല്ലെങ്കിൽ സ്കള്ള്, നമ്മുടെ വെർട്ടിബ്രൽ കോളം, നമ്മുടെ റിബ്സ്, അതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ആക്സിയൽ സ്കെൽറ്റൻ എന്ന് പറയുന്നത്. ആക്സിയൽ സ്കെൽറ്റനിൽ മൊത്തം 80 ബോൺസ് ആണ് ഉള്ളത്. ബാക്കി ഇനി എത്രയാണുള്ളത്? 126 ബോൺസ്. അത് നമ്മുടെ കൈയും കാലും ഒക്കെ വന്നിട്ടാണ് വരുന്നത്? ഈ 126 ബോൺസ് വരുന്നത്. അതിനെ നമ്മൾ അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ എന്ന് പറയും. കൈയും കാലും, അതേപോലെ കൈയും കാലും വന്ന് ചേരണമെങ്കിൽ കുറച്ച് ബോൺസ് വേണം. ആ ചേരുന്ന സ്ഥലത്തെ ബോൺസിനെയാണ് നമ്മൾ ഗിറിഡിൽ എന്ന് പറയുന്നത്. ഗിറിഡിൽ മുകളിൽ കൈ വന്ന് ചേരുന്ന ബോൺസിന് നമ്മൾ പറയുന്നത് പെക്ടോറൽ ഗിറിഡിൽ എന്നാണ് പറയുന്നത്. ഇനി കാല് വന്നിട്ട് ജോയിൻ ആവുമല്ലോ, ഹിപ്പിൽ വന്ന് ജോയിൻ ആവും, അവിടെ ഹിപ്പിലുള്ള ആ ബോൺസിനെ നമ്മൾ പറയുന്നത് പെൽവിക് ഗിറിഡിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെക്ടോറൽ ഗിറിഡിലും ഉണ്ട്, പെൽവിക് ഗിറിഡിലും ഉണ്ട്. ഇത് രണ്ടും ഏതിൽ തന്നെയാണ് വരുന്നത്? ഈ അപ്പൻഡിക്കുലാർ സ്കെൽറ്റനിൽ തന്നെയാണ് വരുന്നത്. ഈ 126 ബോൺസിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ ജസ്റ്റ് ഞാൻ ഈ ആക്സിയൽ സ്കെൽറ്റനിലുള്ള ഇമ്പോർട്ടൻറ്റ് ബോൺസ്, നമ്മുടെ ഹ്യൂമൻ ഹെഡ് അല്ലെങ്കിൽ നമ്മുടെ സ്കള്ളിൽ എത്ര ബോൺസ് ഉണ്ട് എന്നറിയാവോ? 29 ബോൺസ് ഉണ്ട്. അതേപോലെ നമ്മുടെ നട്ടെല്ല്, ബാക്ക് ബോൺ അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളത്തിൽ എത്ര ബോൺസ് ആണ് നമുക്കുള്ളത്? നമുക്ക് 26 ബോൺസ് ആണ് ഉള്ളത്. ഫ്യൂസ് ചെയ്തിട്ട് 26, ഫ്യൂസ് ചെയ്യാതെയാണ് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ 33 ആൻസർ. ഫ്യൂസ് ചെയ്തിട്ട് 26, ഫ്യൂസ് ചെയ്യാതെ 33. അതേപോലെ റിബ്സ് നമുക്ക് എത്ര എണ്ണമാണുള്ളത്? 12 പെയർ റിബ്സുകളാണുള്ളത്. എന്ന് പറഞ്ഞാൽ 24 റിബുകളാണ് നമ്മുടെ ബോഡിയിലുള്ളത്. ഓക്കെ, അപ്പം സ്മോളസ്റ്റ് ബോൺ ഏതാണ്? സ്റ്റേപ്പിസും. ലോങ്ങസ്റ്റ് ബോൺ ഏതാണ്? ഫിമർ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എൻഡോക്രൈൻ സിസ്റ്റം? എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലാൻസുകളെല്ലാം വരുന്നത്. ഓക്കെ, ഇതിൽ വരുന്നതാണ് ഹൈപ്പോതലാമസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈപ്പോതലാമസ് നമ്മുടെ ബ്രെയിനിലാണ്. അതേപോലെ പിന്നെ വരുന്നതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്. അതേപോലെ നമ്മുടെ 3ാം കണ്ണ് എന്നൊക്കെ പറയുന്ന നമ്മൾ തേർഡ് ഐ എന്ന് പറയുന്ന പീനിയൽ ഗ്ലാൻഡ്. പിന്നെ നമ്മുടെ നെക്ക് പോർഷനിൽ 2 ഗ്ലാൻഡുകളുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാവോ? തൈറോയിഡ്, അതേപോലെ പാരാതൈറോയിഡ് ഉണ്ട്. ഇനി നമ്മുടെ ചെസ്റ്റ് റീജിയനിൽ ഒരു ഗ്ലാൻഡ് ഉണ്ട്, അതിനെ നമ്മൾ തൈമസ് ഗ്ലാൻഡ് എന്ന് പറയും. ഇനി നമ്മുടെ സ്റ്റൊമക്കിനൊക്കെ താഴെ ലീഫ് ലൈക്ക് സ്ട്രക്ചറിൽ കാണപ്പെടുന്ന പാൻക്രിയാസ് ഉണ്ട്. ഇനി നമ്മുടെ കിഡ്നി ഉണ്ടല്ലോ, കിഡ്നിയുടെ മുകളിൽ ഒരു കപ്പ് ഷേപ്പിന് ഇരിക്കുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്, അതിനെ നമ്മൾ പറയുന്ന അഡ്രീനൽ ഗ്ലാൻഡ് എന്നാണ്.
ഓക്കെ. ഇനി ഇത് കൂടാതെ മെയിൽസിൻ്റെ കേസിൽ ടെസ്റ്റിസ് ഉണ്ട്, ഇതിൻ്റെ അകത്താണ് സ്പേംസ് പ്രൊഡ്യൂസ് ആവുന്നത്. അതേപോലെ ഫീമെയിൽസിൻ്റെ കേസിൽ ഓവറി ഉണ്ട്, ഓവറിയുടെ ഉള്ളിലാണ് എന്ത് ഫോം ആവുന്നത്, ഓവം പ്രൊഡ്യൂസ് ആവുന്നത്. ഇത്രയുമാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ മെയിനായിട്ട് പറയുന്നത്. ഈ പറഞ്ഞതിൽ ആരാണ് ഇല്ലാത്തത് നോക്കിയേ. പീനൽ ഗ്ലാൻഡ് നമുക്കുണ്ട്, പീനൽ ഗ്ലാൻഡ് വരുന്നുണ്ട്. സലൈവറി വരുന്നുണ്ടോ? ഓക്കെ. തൈമസ് ഞാൻ പറഞ്ഞു. അഡ്രീനൽ ഗ്ലാൻഡ് നമുക്ക് വരുന്നുണ്ട്. ബാക്കി എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരാത്ത ആളാണ് ആരെന്ന് പറയുന്നത്, സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഗ്ലാൻഡുകൾ ഇത്രയുമാണ്. ബാക്കി ലിവർ അങ്ങനെ വേറെ ഒത്തിരി ഗ്ലാൻഡ്സ് ഒക്കെ നമ്മുടെ ബോഡിയിലുണ്ട്. അതൊക്കെ എക്സോക്രൈനിലാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ. അപ്പം എൻഡോക്രൈനും എക്സോക്രൈനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡക്റ്റ് ഇല്ലാത്തവരാണ്, ഡക്റ്റ് ഇല്ലാത്തവരാണ് ആരെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കുഴലുകൾ ഇല്ലാത്തവരാണ് ആര്, എൻഡോക്രൈൻ. അതേപോലെ ഡക്റ്റ് ഉള്ളവരാണ് എക്സോക്രൈൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞതെല്ലാം ഡക്റ്റ് ലെസ് ആയിട്ടുള്ള ഗ്ലാൻഡുകളാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഡൈജസ്റ്റ് പ്രോട്ടീൻസ്? പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? പ്രോട്ടിയേസ്, അതേപോലെ അമിലേസ്, ലിപ്പേസ്, ന്യൂക്ലിയോലസ്. ന്യൂക്ലിയോലസ് ഒന്നുമില്ല, നമ്മളൊരു സെല്ല് എടുക്കുവാണ്, സെല്ലിൻ്റെ അകത്ത് ന്യൂക്ലിയസ് വരയ്ക്കുന്നത്, ന്യൂക്ലിയസിനുള്ളിലായിട്ട് റൗണ്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും, അതാണ് ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. അതല്ല എന്തായാലും ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. ഏതാണ്? നമ്മൾ പേരിൽ നിന്ന് തന്നെ കിട്ടും. പ്രോട്ടിയേസസ് ആണ്. പ്രോട്ടിയേസിൽ വരുന്നതാണ് ട്രിപ്സിൻ. ഈ ട്രിപ്സിനാണ് എന്തിനു സഹായിക്കുന്നത്? നമ്മളെ പ്രോട്ടീൻ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. പ്രോട്ടീനെ കൺവേർട്ട് ചെയ്ത് അവസാനം എന്താണ് ആക്കുന്നത്? പ്രോട്ടീനെ കൺവേർട്ട് ചെയ്ത് അവസാനം അമിനോ ആസിഡാക്കി മാറ്റും. ഒരിക്കലും നമ്മൾ കഴിക്കുന്ന ഫുഡ് അതേപടിയല്ല നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുന്നത്. ആ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡിനെ കൺവേർട്ട് ചെയ്ത് ഏറ്റവും കുഞ്ഞു മോളിക്യൂൾസ് ആക്കിയാലേ നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുഞ്ഞു മോളിക്യൂൾസ് ആക്കാൻ വേണ്ടി സഹായിക്കുന്ന അതിനെയാണ് നമ്മൾ എൻസൈംസ് എന്ന് പറയുന്നത്. എൻസൈംസ്, ആ എൻസൈംസുകളാണ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഓക്കെ. ആ എൻസൈമിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, പ്രോട്ടിയേസ്. പ്രോട്ടിയേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന നമ്മളൊരു എക്സാമ്പിളാണ് ട്രിപ്സിൻ പ്രോട്ടീനെ കൺവേർട്ട് ചെയ്തിട്ട് എന്താണ്, അമിനോ ആസിഡ് ആക്കാൻ വേണ്ടി സഹായിക്കും. അമിലേസ് ആരെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് അറിയാമോ? കാർബോഹൈഡ്രേറ്റിനെ കൺവേർട്ട് ചെയ്ത് എന്താക്കാൻ വേണ്ടി സഹായിക്കും? ഗ്ലൂക്കോസ് ആക്കാൻ വേണ്ടി സഹായിക്കും. നമ്മളെ ബോഡിക്ക് ഗ്ലൂക്കോസിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. കാർബോഹൈഡ്രേറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് അമിലേസ്. അതേപോലെ ലിപ്പേസ് എന്തിനാണ് സഹായിക്കുന്നതെന്ന് അറിയാവോ? ഫാറ്റിനെ കൺവേർട്ട് ചെയ്തിട്ട് ഫാറ്റി ആസിഡും അതേപോലെ ഗ്ലിസറോളും ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ. അപ്പം ഈ 3 കൺവേർഷനാണ് മെയിൻലി നമ്മുടെ ഡൈജഷനിൽ, നമ്മൾ ദഹനത്തിൽ നടക്കുന്നത്. പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റിനെയും കൺവേർട്ട് ചെയ്യുക. പ്രോട്ടീൻ അമിനോ ആസിഡ് ആക്കും, ആര്? പ്രോട്ടിയേസ്. അതേപോലെ കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസ് ആക്കും, അമിലേസ്. അതേപോലെ ഫാറ്റിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റും, ആര്? ലിപ്പേസ്. ഓക്കെ. അപ്പോൾ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് ആരാണ്? പ്രോട്ടിയേസ് ആണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? ബൈൽ ജ്യൂസ് ഈസ് ആൽക്കലൈൻ. അതേപോലെ എന്താണ്? ഗ്യാസ്ട്രിക് ജ്യൂസ് കണ്ടെയ്ൻസ് HCl. ബൈൽ ജ്യൂസ് ഈസ് സെക്രേറ്റഡ് ബൈ ദ ലിവർ. ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണോ? നോക്കിയേ. ബൈൽ ജ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ആൽക്കലൈൻ തന്നെയാണ്. ബൈൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? ലിവർ. ഒരു സംശയവും വേണ്ട. ബൈല് സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? ലിവറാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ. ബൈല് ആൽക്കലൈൻ ആണ്. പക്ഷേ നമ്മളെ സ്റ്റൊമക്കിൽ ഉണ്ടാവുന്നതാണ് ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്നത്. ആ ഗ്യാസ്ട്രിക് ജ്യൂസ് അസിഡിക് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസ് അസിഡിക് ആണ്. കാരണം അതിലൊരു ആസിഡ് ഉണ്ട്, HCl. നമ്മളെ സ്റ്റൊമക്കിൽ ഒരു ആസിഡ് ഉണ്ടാവുന്നുണ്ട്, അതും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ആ ആസിഡിൻ്റെ പേരെന്താണ്? HCl അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയും. ആ ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റൊമക്കിൽ കുറച്ച് അസിഡിക് ആയിട്ട് നേച്ചറിലായിരിക്കും കാണപ്പെടുന്നത്. പക്ഷേ നമ്മൾ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലൊക്കെ വരുമ്പോൾ അവിടെ ബൈലൊക്കെ വന്നിട്ട് കുറച്ചുകൂടെ ആൽക്കലൈൻ ആയിട്ടുള്ള നേച്ചറിലായിരിക്കും കാണപ്പെടുന്നത്. അതേപോലെ ബൈലിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്താണ്? ഫാറ്റിനെ ഇമൾസിഫിക്കേഷൻ.
യു ആണ് ഇമൽസിഫിക്കേഷൻ. ഇമൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാറ്റ് എന്ന് പറയുന്ന വലിയൊരു മോളിക്യൂളിനെ കൺവേർട്ട് ചെയ്ത് കുഞ്ഞു ഗ്ലോബ്യൂൾസ് ആക്കുക. അതാണ് ഫാറ്റ് ഇമൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനെ സഹായിക്കുന്നത് ആരാണ്? ബൈലാണ്. അതേപോലെ ബൈലിൽ മഞ്ഞ കളറാണല്ലോ, മഞ്ഞ കളർ തരുന്ന പിഗ്മെൻ്റ് ആണ് ബിലിറൂബിൻ. ബിലിറൂബിൻ അല്ലെങ്കിൽ നമുക്ക് പറയാം ബിലിവെർഡിൻ എന്ന് പറയാം. ബിലിവെർഡിൻ എന്ന് പറയാം. ബിലിറൂബിൻ അല്ലെങ്കിൽ ബിലിവെർഡിൻ. ഓക്കെ, അപ്പം ഈ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് തന്നെയാണ്. ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ പഠിച്ചിട്ട് വരിക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.